ബൈ സാർ. സാർക്ക് 9 നമ്പർ റൂം തുറന്നു വിട്. ശരി സാർ. താങ്ക് യു. എന്നാ സാരഥിയാണേ, സൗഖ്യമാ? நல்ல சௌக்கியங்க. ഗുഡ് മോർണിംഗ് സ്വാമി. ഗുഡ് മോർണിംഗ് രാജു. അവൻ 2 നാളാ നീ എങ്ക ഇരുന്നേ? ഒരു പാർട്ടിയായി പോയാ സ്വാമി, ഒരു രക്ഷയും കിട്ടിയില്ല. വല്ല കോളും ഉണ്ടോ സ്വാമി? ഉനക്ക് പറ്റിയ ഒരു പാർട്ടി ഇങ്ങ വന്നിருக்கு. ആരാ സ്വാമി? அதோ அந்த லோன்ல நோக்கு. அது வந்து ஹஸ்பண்டும் வைஃபும். இங்க வந்து 4 நாளாச்சு. நான் அவரோட ஹிஸ்டரி எல்லாம் கலெக்ட் பண்ணி வச்சிருக்கேன். என்ன சாமி ஹிஸ்டரி? அந்த ஆளு பாலக்காட்ட பெரிய முதலாளி. அது வந்து அவரோட வைஃப். மன நிம்மதிக்காக தான் இங்க வந்திருக்கு. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. എന്നിട്ട് 18 വയസ്സ് പ്രായമുള്ള അവരുടെ ഒരേ ഒരു മകൾ 3 മാസം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ സത്തുപോച്ചു. സ്വാമി, ഈ പറയണതൊക്കെ കറക്റ്റ് കേസ് കേട്ടാണോ? അന്നത്തെ പോലെ ഞാൻ ചെന്ന എന്റെ വാല് മുറിയോ? என்னடா என் மேல உனக்கு நம்பிக்கை இல்லையா? നമ്പിക്ക ഇருக்கு. എന്നാലും സ്വാമി ഒരു பட்டரல்ல. என்னடா சொன்ன? பட்டருக்கு என்னடா குழப்பம்? பட்டர்ல பதிரில்லேன்னு தான் பெரியவங்க சொல்லி இருக்கு, தெரியுமா? അത് കറക്റ്റ്. എന്നാ വേറൊരു പഴഞ്ചൊല്ലുള്ളത് സ്വാമിക്ക് தெரியுமா? சொல்லி தொலைடா. സ്വാമി, ലൈഫിൽ 3 പട്ടന്മാരെ നമ്പാൻ പാടുള്ളൂ എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. 1 ജനിക്കാനിരിക്കുന്ന പട്ടർ, 2 മരിച്ചുപോയ പട്ടർ, 3 ഫോട്ടോയെ കാണുന്ന പട്ടർ. അല്ല സ്വാമി, ഇവരാരും മനുഷ്യരെ ഉപദ്രവിക്കില്ലെന്നാ പ്രമാണം. അമേതി അമേതി. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ സ്വാമി. സമയം കളയാതെ ഞാൻ അവരെ ഒന്ന് മുട്ടിട്ട് വരാം. ചെല്ല്. ആ കമ്മീഷൻ കൈയോടെ തന്നേച്ച് പോണം. 50-50. ഞാൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. സാർ പാമിസ്റ്റർ ചൊല്ലട്ടുമാ? വേണ്ട. സാറും മലയാളിയാണ്. അത് ശരി. എനിക്ക് തോന്നി എവിടാ സ്വദേശം? പാലക്കാട്. ആ, മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണിത്. മുഖലക്ഷണം കണ്ട് പറഞ്ഞാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പൈസയ്ക്ക് വേണ്ടിയല്ല സാർ ഞാൻ ഹസ്തരേഖ പറയുന്നത്. ഹസ്തരേഖാ ശാസ്ത്രം ഞങ്ങളുടെ കുടുംബത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഒരു സിദ്ധിയാണ്. സാറ് ശൂരനാട് ശങ്കരപ്പിള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്റെ മുത്തച്ഛനാണ്. എടപ്പള്ളി ചങ്ങമ്പുഴയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്ലീസ് ഒന്ന് നിർത്തൂ. ഒരുപാട് പണമിടപാടുകൾ നടത്തുന്ന കൈയാണല്ലോ ഇത്. എക്സ്പോർട്ടർ ആണല്ലേ? എന്താ നക്ഷത്രം? രേവതി. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തേ. ശനിയുടെ അപഹാരം മൂർധന്യമായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ശനി മാറി വ്യാഴത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യാഴം 12-ലെത്താൻ ഇനി 2 മാസം കൂടി പിടിക്കും. മരണം മരണേഹ ദോഹേ. ഈ അടുത്ത കാലത്ത് കുടുംബത്തിലൊരു മരണം നടന്നായി കാണുന്നല്ലോ. അകന്ന ബന്ധുവല്ല, രക്തബന്ധം. മരിച്ചത് സാറിന്റെ മകളല്ലേ? 18 വയസ്സ് പ്രായം. തെറ്റാണെങ്കിൽ പറയണം. അല്ല, ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ സാറേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എല്ലാ അക്ഷരം പ്രതി ശരിയാണ്. ഞങ്ങളുടെ മകൾ. സാർ, ഞാൻ ഒരിക്കലും ഭാവി പറയാറില്ല, ഭൂതമേ പറയൂ. ഭാവി ആർക്കും പ്രവചിക്കാമല്ലോ. ഭാവി പ്രവചിക്കുന്ന ഹസ്തരേഖാ ശാസ്ത്രജ്ഞനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണമെന്നില്ലല്ലോ. ഞാൻ വരട്ടെ. അയ്യോ, ഈ കൈനോട്ടം ഞങ്ങൾക്ക് കുടുംബപരമായി കിട്ടിയൊരു സിദ്ധിയാണ്. പ്രൊഫഷണലി ഐ എം എ ഗൈഡ്. നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ഐ വിൽ ടേക്ക് യു. സോറി, ഞങ്ങൾ ഇപ്പൊ അത്തരത്തിലുള്ള മാനസികാവസ്ഥ. സോറി സാർ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. எப்படி இருக்கு நம்ம பார்ட்டி? ரொம்ப ரொம்ப താങ്ക്സ് സ്വാമി. ഇന്നേക്ക് ഞാൻ കണി കണ്ടവനെ നാളെയും കാണണേ. ഗുഡ് മോർണിംഗ് ഹോട്ടൽ ജയ്. ആ മേനോ സാറോ? അവൻ അത്രയ്ക്ക് വലിയ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് വേറെ എസ്റ്റേറ്റ് പാക്കലാം. ഇവിടെ 1-2 ബ്രോക്കേഴ്സ് വന്നിട്ടുണ്ട്, തെരിഞ്ഞവർത്താ. നാളെ ഞാൻ അന്വേഷിച്ച് പറയാം. ഞാൻ വരാം സാർ. ഇങ്ങ ഒരേ ബിസി. ഓഫ് കോഴ്സ് പറയാം. ആരാ സ്വാമി എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത്? அது வந்து எந்த ஒரு பார்ட்டியா? கொச்சியில பெரிய பிசினஸ் மேன். இந்த ஆளுதான் நம்ம கணேச சாரோட பெங்களா வாங்கி இருக்கு. ஃபேமிலியோட தான் வந்திருக்கு. അവർക്ക് വല്ല ഗൈഡിന്റെ ആവശ്യം വരും. മേനോ സാർക്ക് ഇങ്ങ എല്ലാ ഇടവും தெரியும். മുട്ടട്ടെ സ്വാമി. മുട്ടിക്കോ? ആന വീഴുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ വീഴ്ത്തിക്കോളാം. ഒന്നും ഏറ്റില്ലേ
നമ്മുടെ അവസാന തടവെടുക്കും. ഹസ്തരേഖാശാസ്ത്രം വരട്ടുമാ. சரி டேய் என்ன ஏமாட்ட பாக்குறியா கமிஷன் கொடுறா ஒன்லி 30 ரூபாய் இது ரொம்ப கம்மி இது ரொம்ப அது கம்மி போதும். ரைடப்பா Hey! What do you want? Nothing. Who are you? അത് ഞാൻ ഓഹോ മലയാളിയാണല്ലേ എന്താ കാര്യം? ഞാൻ ഐ എം എ ഗൈഡ്. ഇവിടെ ഒരു ഗൈഡിനെ. വേണ്ട, ഇവിടെ ഗൈഡിനൊന്നും ആവശ്യമില്ല. താങ്ക്സ്. ആരാ അത്? സാർ. അയ്യോ വണക്കം സാർ. സാർ ഞാനൊരു ഗൈഡാണ്. നിങ്ങൾ മലയാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സാർ ഇവിടെ കാണാൻ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട് സാർ. ബ്യൂട്ടിഫുൾ പ്ലേസസ്. ഇവിടെ സിറ്റി വിട്ട് 20 കിലോമീറ്റർ അയലോ പോയി കഴിഞ്ഞാൽ മനോഹരമായ വാട്ടർഫോൾസ് ഉണ്ട്. അത് ഇവിടുത്തെ മറ്റേ ഗൈഡ്സിന് ഒന്നും അറിയില്ല. ഐ ആം ആൻ എഫിഷ്യന്റ് ഗൈഡ് സാർ. ഇവിടെ ധാരാളം അൺഓതറൈസ്ഡ് ഗൈഡുകളുണ്ട്. അവന്മാരോട് പോയിട്ട് അവർ പറ്റിക്കും. നമ്മൾ മലയാളികളായതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങളുടെ ശ്വാസം വിടാനുള്ള സംസാരത്തിൽ നിന്ന് തന്നെ ഒരു എഫിഷ്യൻ ഗൈഡിന്റെ എല്ലാ ക്വാളിറ്റീസിനെ കൊണ്ടെന്ന് മനസ്സിലായി. ബട്ട് ഐ എം സോറി, എനിക്കൊരു ഗൈഡിനെ ആവശ്യമില്ല. അയ്യോ സാർ, ഗൈഡില്ലാതെങ്കിലും പോരുത്. ഇവിടെ നിറയെ കള്ളന്മാരുള്ള സ്ഥലമാണ്. ഏയ്, നിങ്ങളോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്? എന്താ ചെവി കേട്ടൂടെ? പാവം, ചെവി പദവാന്ന് തോന്നുന്നു. താൻ പൊയ്ക്കോളൂ. അല്ല സാർ, ഒരു മിനിറ്റ് സാർ. ഞാൻ ഹോട്ടലിൽ ജയിലെ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുതരാൻ അയാൾ പറഞ്ഞു. അതെയോ? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അല്ല സാർ, റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും കാണും. സാറിനെ കണ്ടപ്പം റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് താൻ മിടുക്കനാണെന്ന് എല്ലാരും പറയുന്നത്. എന്താ പേര്? രാജു. പത്മം, എന്ത് പറയുന്നു? നീളും കൂടെ വരട്ടല്ലേ? ആ, കേറിക്കോളൂ. താങ്ക് യു സാർ. ആദ്യം ഭഗവാനിൽ തന്നെ തുടങ്ങാല്ലേ സാർ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇതാണ് അരിമശയെക്കുറിച്ച് ആണ്ടവർ ക്ഷേത്രം. ഇവിടുത്തെ ഫേമസ് ടെമ്പിൾസിൽ ഒന്നാണ്. ഇപ്പൊ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അരിമശയെക്കുറിച്ച് എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയോ സാർ? ഇതിന് ചുറ്റും കുറിഞ്ചി പൂക്കളാണ്. ഈ ചെടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കലും ഇത് പൂക്കും. ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൂക്കളായിരിക്കും. ഇനി എന്നാണോ കുറിഞ്ചി പൂക്കുന്നത്? ഒരു 4 years, 4 വർഷം കാണും. മല്ലിപ്പൂ, പിച്ചിപ്പൂ, കനകാംബരം. അമ്മ പൂ വേണം. അമ്മ പൂ നല്ല വാസന മല്ലി. പുതു പൂവാ? വേണ്ട അമ്മ, നീങ്കളത് വാങ്ങുങ്ക. വേണ്ട കുട്ടി. അണ്ണാ കൊഞ്ചം പൂ വാങ്ങ സൊല്ലുങ്ങളെ. അമ്മച്ചി, ഇതെന്റെ തങ്കച്ചിയാ. സ്വന്തം അനിയത്തിയാണോ? സ്വന്തമാണോന്ന് ചോദിച്ചാല് കൂടെ പിറക്കാത്ത തങ്കച്ചി. ഇവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ തളർവാദം പിടിച്ച് കിടക്ക. ഇവളാ കുടുംബം നോക്കുന്നത്. കുറച്ച് പൂ വാങ്ങിച്ചു. എത്ര സാറേ, എന്നാ നിങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിൽ കയറി തൊഴിലിട്ട് വന്നേക്കും. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ സൗഖ്യമാ? നല്ല ചൂടാണ് ടീ പോട്.